ഹലോ ഗായ്സ്, ഇന്ന് എൻ്റെ ഒരു ചെറിയൊരു ഡേ മൈ ലൈഫ് ആട്ടോ വീഡിയോയിൽ കാണിക്കുന്നത്. ഫുള്ളായിട്ടൊന്നുമില്ല, ചെറിയ ചെറിയ ഭാഗങ്ങൾ മാത്രം. അപ്പോൾ രാവിലെ തന്നെ ഒന്ന് ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും വീഡിയോ എടുക്കില്ല, ഒന്ന് ഒരുങ്ങിയേക്കാന്ന് വിചാരിച്ച് ഒരുങ്ങിയതാട്ടോ. രാവിലെ എണീറ്റ് ഒന്ന് മേല് കഴുകിയിട്ട് ജസ്റ്റ് ഒന്ന് റെഡി ആയതാട്ടോ. എന്തായാലും ദിവസം ഒന്ന് റെഡി ആവാറില്ലല്ലോ, എന്തായാലും ഇന്ന് വീഡിയോ എടുക്കുകയാണല്ലോ എന്ന് വിചാരിച്ച് റെഡി ആയതാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. ഇന്ന് എൻ്റെ ഒരു ഡേ മൈ ലൈഫ് വീഡിയോ ആണ്. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ, എനിക്ക് അങ്ങനെ കറക്റ്റായിട്ട് അറിയില്ല എങ്ങനെ വീഡിയോ എടുക്കേണ്ടത്, എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ കുറേ വീഡിയോ നോക്കിയായിരുന്നു. അപ്പോൾ ഓരോരുത്തരും ഓരോ സ്റ്റൈലാണല്ലോ. ഞാൻ എൻ്റെ ഒരു രീതിക്കാട്ടോ ഇന്ന് ഡേ മൈ ലൈഫ് വീഡിയോ ഇടുന്നത്. എത്രത്തോളം പെർഫെക്റ്റ് ആവുമെന്ന് അറിയാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും വീഡിയോയിലോട്ട് പോവാം. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും എടുക്കുന്നതാണ്. ഫുള്ളായിട്ടൊന്നും ഉണ്ടാവില്ല, ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ മറന്നു പോകും ചിലപ്പോൾ ഇടാൻ തന്നെ. അപ്പോൾ ഇത് എൻ്റെ ചാനലിലെ ആദ്യത്തെ ഡേ മൈ ലൈഫ് ലോങ് വീഡിയോ ആണ്. ഞാൻ ഷോർട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് ആദ്യമായിട്ടുള്ള ലോങ് വീഡിയോ കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാതെ. പിന്നെ വീഡിയോ കണ്ടാലോ. നമ്മൾ ആദ്യം തന്നെ നമ്മൾ തലേന്ന് വെച്ച കറികൾ ഉണ്ടാവുമല്ലോ, ആ കറികൾ ആദ്യം തന്നെ ഞാൻ ചൂടാക്കി മാറ്റി വയ്ക്കും കേട്ടോ, പാത്രം കഴുകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം തന്നെ കറികളൊക്കെ ചൂടാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ പാല് ഞങ്ങൾ കടയിൽ പോയി മേടിച്ചിട്ട് വന്നു കേട്ടോ. ആ പാല് മേടിച്ചിട്ട് വന്നിട്ട് നമ്മൾ റൂമിലുള്ള എല്ലാവർക്കും ആദ്യം കാപ്പി ഇടും കേട്ടോ. ആദ്യം നമ്മൾ അടുക്കള കയറിയിരുന്ന ചായയാണല്ലോ വെക്കുക. നമ്മൾ ആദ്യം തന്നെ ചായ വെക്കുന്നുണ്ട്. ഇവിടെ എൻ്റെ ഏട്ടന് നല്ല മധുരം വേണം കേട്ടോ ചായക്ക്. അപ്പോൾ നമ്മൾ പഞ്ചസാര അങ്ങ് വാരി നിറച്ചിടുന്നുണ്ട് കേട്ടോ. പിന്നെ ചായപ്പൊടി ഇടുന്നുണ്ട്. ചായപ്പൊടി ഇട്ടിട്ട് ഇവിടെ ഞങ്ങൾ ഇടയ്ക്ക് കോഫി വെക്കാറുണ്ട് കേട്ടോ. മെയിനായിട്ടും കോഫി വെക്കുക, ഇടയ്ക്കിടയ്ക്ക് മാത്രമേ ചായ വെക്കുകയുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ നമ്മൾ ലൂസായിട്ടാട്ടോ ഇവിടുന്ന് മാവ് മേടിക്കുക. ആ മാവ് വെച്ചിട്ട് രാവിലെ തന്നെ ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട്. ചപ്പാത്തി കുഴച്ച് വെച്ച് അപ്പോഴേക്കും നമ്മുടെ റിഷൂട്ട് എണീറ്റിട്ടുണ്ട് കേട്ടോ. റിഷൂട്ടിനെ കുറച്ച് നേരം ഇങ്ങനെ കളിപ്പിക്കും കേട്ടോ. കളിപ്പിച്ച് കഴിഞ്ഞിട്ട് ആണ് നമ്മൾ ബാക്കി പണികളൊക്കെ ചെയ്യുക. അപ്പോഴേക്കും നമ്മുടെ ചായ ഇവിടെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ ചായ നമുക്ക് മാറ്റാട്ടോ. ഏട്ടനും ആരും എണീറ്റിട്ടില്ല. എൻ്റെ ഫ്രണ്ട് ഉണ്ട് കേട്ടോ എൻ്റെ കൂടെ. എൻ്റെ ഫ്രണ്ടും ഞാനും റിഷൂട്ടനും മാത്രമേ മോർണിംഗ് ഈ സമയത്ത് എണീറ്റിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ചായ കുടിക്കുക കേട്ടോ. അടുക്കളയിൽ തന്നെ ഇരുന്ന് കുടിക്കാമെന്ന് വെച്ച് അടുക്കളയിൽ തന്നെ ഇരുന്ന് കുടിക്കുകയാണ്. റിഷൂട്ടനാണെങ്കിൽ നമുക്കറിയാമല്ലോ, റിഷൂട്ട് ഫസ്റ്റ് മുതലേ കച്ചറയാണ്. നമ്മൾ എന്ത് ചോദിച്ചാലും തരില്ല. ഞാൻ ബ്രെഡ് ഉണ്ടായിട്ടുണ്ട് ആളുടെ കയ്യിൽ. അപ്പോൾ ബ്രെഡ് വേണമെന്ന് പറഞ്ഞപ്പോൾ തരില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ചിരിക്കുക കേട്ടോ. പിന്നെ എൻ്റെ ഫ്രണ്ട് രാവിലെ തന്നെ പാത്രം കഴുകി സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആൾ പാത്രം കഴുകുന്നതിൻ്റെ ഇടയിൽ നമുക്ക് എന്ത് ചെയ്യാം, രാവിലത്തെ ചപ്പാത്തി പരത്താം. അത്ര പെർഫെക്റ്റായിട്ട് പരത്താനൊന്നും അറിയില്ല. നമ്മളൊക്കെ ചപ്പാത്തി പരത്തി ഇന്ത്യ മാപ്പ് പോലെ ഇരിക്കും ചപ്പാത്തീൻ്റെ ഷേപ്പ്. അങ്ങോട്ടൊരു വാല് ഇങ്ങോട്ടൊരു വാല് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇവിടെ ചപ്പാത്തി പരത്തുന്ന സാധനമില്ല. അപ്പോൾ നമ്മൾ ഈ കല്ലിൽ തന്നെ ആദ്യം തുടച്ച് വിട്ടിട്ട് അതിലാട്ടോ ചപ്പാത്തി പരത്തുന്നത്. ഞാൻ ഒരു സൈഡിൽ നിന്ന് ചപ്പാത്തി പരത്തി കൊടുക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട് ആ സൈഡിൽ നിന്ന് ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേഗം പണി കഴിയുമല്ലോ. അപ്പോൾ ഏട്ടൻ പണിക്ക് പോകുമ്പോഴേക്കും നമ്മൾ ചപ്പാത്തിയും കറികളൊക്കെ ആക്കി വെച്ച ആൾ കഴിച്ചിട്ട് പോയാൽ പിന്നെ ഉച്ചയ്ക്ക് കഴിക്കാൻ വരുള്ളൂ കേട്ടോ. അപ്പോൾ ഏട്ടൻ എണീറ്റിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഏട്ടനെ പോയി ചായ കൊടുത്തു കേട്ടോ. ഏട്ടൻ ചായ കുടിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് അടുത്ത പണി എന്ന് പറയുന്നത് റിഷൂട്ടൻ്റെ പണിയാണ് കേട്ടോ. റിഷൂട്ടിനെ രാവിലെ നമ്മൾ കുറുക്ക കൊടുക്കാറ്. കുറുക്ക് ദോശ അങ്ങനെ കൊടുക്കാറുണ്ട്. ഇപ്പോൾ മെയിനായിട്ട് കുറുക്ക കേട്ടോ കൊടുക്കാറ്. നമ്മൾ ഇൻസ്റ്റയിൽ കുറച്ച് പൊടികൾ മേടിച്ചിട്ടുണ്ട് കേട്ടോ റിഷൂട്ടിനെ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം മുതലല്ല, റിഷൂട്ട് 7 മാസം മുതൽ ഈ പൊടിയാട്ടോ റിഷൂട്ടിനെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആദ്യം വെള്ളത്തിലായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മൾ പാലിലാട്ടോ കൊടുത്തുകൊണ്ടിരിക്കണേ. ഇപ്പോൾ പാലിൽ കൊടുക്കുമ്പോൾ ആൾക്ക് ഇഷ്ടമായതുകൊണ്ട് ഇപ്പം മസ്റ്റായിട്ട് പാലിലാട്ടോ കൊടുക്കണത്. ഇതിൽ വലിയ പണിയെന്ന് പറയുന്നത് ഈ റിഷൂട്ടിന് ഫുഡ് കൊടുക്കില്ല. ആൾ എന്തൊക്കെ കാണിച്ചാലും ആൾ ഫുഡ് കഴിക്കില്ല കേട്ടോ. തിരി കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ വേണ്ടെന്ന് എന്നെ പറയും കേട്ടോ. ആൾക്ക് സ്നാക്സൊക്കെ ആണെങ്കിൽ ആൾ ഓക്കെയാണ്. അപ്പോൾ ഞങ്ങൾ ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുന്നതിൽ ഏട്ടൻ എണീറ്റ് വെള്ളം കഴിഞ്ഞു കേട്ടോ. വെള്ളം എടുത്തിട്ട് വരുന്നതാട്ടോ. ഞങ്ങൾ വീഡിയോയിൽ കിട്ടിയപ്പോൾ അങ്ങനെ എടുത്താണ്. പിന്നെ റിഷൂട്ടിനൊക്കെ കൊടുത്തൊക്കെ കഴിഞ്ഞ് ഏട്ടൻ പോകാൻ സമയമായിട്ടോ. അപ്പോൾ ഏട്ടനെ അപ്പോഴേക്കും ചപ്പാത്തിയൊക്കെ റെഡിയാണ്. തലേ ദിവസം കടലക്കറി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാട്ടോ ചപ്പാത്തിക്ക് എടുത്തിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് വേറെ കറിയൊന്നും വെച്ചില്ല. പിന്നെ അരിക്ക് വെള്ളം വയ്ക്കുക കേട്ടോ. എൻ്റെ ഫ്രണ്ട് ഉള്ളൊക്കെ എന്ത് അടിച്ചു വാരുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് കുറച്ച് ചപ്പാത്തിയും കൂടെ ചുട്ടാനുണ്ട്. ഏട്ടന് മാത്രം ചുട്ട് കൊടുത്തതാട്ടോ. പിന്നെ അത് 1-2 ഉള്ളൂ, ബാക്കി ആൾ ചുട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ എടുത്ത് വെച്ച് നമ്മൾ എന്ത് ചെയ്യാം, ചോറിനെ വെള്ളം വെച്ചു കേട്ടോ. നമുക്ക് അങ്ങനെയാണല്ലോ, എന്ത് പണി ചെയ്താലും അപ്പോൾ അങ്ങനെ തുടച്ച് വൃത്തിയാക്കണമല്ലോ. ഞാനും അങ്ങനെയാണ് കേട്ടോ. എനിക്ക് എപ്പോഴും ഇങ്ങനെ തുടച്ചുകൊണ്ടേയിരിക്കണം, എപ്പോഴും ഒരു തുണി ഉണ്ടാവുകയെ. അപ്പോൾ അത് വെച്ച് കഴിഞ്ഞ ശേഷം നേരെ ഹാളിലോട്ട് വന്നു കേട്ടോ. റിഷൂട്ട് അവിടെ കളിക്കുന്നുണ്ട്. ഏട്ടനാണെങ്കിൽ പണിക്ക് പോകാൻ ഷൂ ഒക്കെ ഇട്ട് റെഡി ആയിട്ടോ. അപ്പോൾ പണിക്ക് പോയിട്ടാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാറ്. അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാം കേട്ടോ. നമ്മളും ചപ്പാത്തി ഇങ്ങനെ പിച്ചിട്ട് അതിൽ നിറച്ച് കറി ഒഴിച്ച് കഴിക്കണതാട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് ഇങ്ങനെ ഫുള്ള് ചപ്പാത്തി ഇട്ടിട്ട് കറി ഒഴിച്ച് ചപ്പാത്തി പിച്ചി കഴിക്കണത് അത് എനിക്ക് അത്ര താല്പര്യമില്ല. ഞാൻ ആദ്യം തന്നെ ചപ്പാത്തി പിച്ചിട്ടിട്ട് അതിൽ കറി ഒഴിച്ചിട്ടാട്ടോ കഴിക്കുക. റിഷൂട്ടിന് ആദ്യം ഫുഡ് കൊടുത്ത് റിഷൂട്ട് ചപ്പാത്തിയൊക്കെ ചെറുതായി മുറിച്ച് കൈ കൊടുക്കും കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഉച്ചത്തേക്ക് ഉണ്ടാക്കണമല്ലോ ഫുഡ്. അപ്പോൾ പച്ചക്കറികളൊന്നും നമ്മുടെ റൂമിലില്ലാവേ. അപ്പോൾ പച്ചക്കറി മേടിക്കാൻ വേണ്ടി കുറച്ച് അപ്പുറത്തൊരു വണ്ടി വരുന്നുണ്ട്. ദിവസം മോർണിംഗ് ആ വണ്ടി അവിടെ ഉണ്ടാവും, പച്ചക്കറി വണ്ടി. അപ്പോൾ അത് ഇന്ന് പോയപ്പോൾ നമ്മുടെ ബാഗിൽ വെച്ച ആ വണ്ടിയില്ല. അപ്പോൾ അപ്പുറത്തെ കടയിൽ പച്ചക്കറി ഉണ്ടായിരുന്നപ്പോൾ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ മാത്രം മേടിച്ചിട്ടോ. അവിയൽ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ മെയിനായിട്ട് പോയത്. പക്ഷേ അവിയലിന് കുമ്പളങ്ങ അതൊന്നും വാഴയ്ക്ക അതൊന്നും കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ക്യാരറ്റും പിന്നെ മുരിങ്ങക്കായ് ബീൻസ് മാത്രം വാങ്ങിയിട്ട് വന്നിട്ട് അത് അങ്ങനെ ഒരു തട്ടിക്കൂട്ടി അവിയൽ പോലെ വെക്കാമല്ലോ എന്ന് വിചാരിച്ച് വെക്കണതാണ് കേട്ടോ. അപ്പോൾ തലേന്ന് വാങ്ങിച്ച തൈരുണ്ട്. അപ്പോൾ തൈരും ഇത്തിരി ഒഴിച്ചിട്ട് വെക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട്
മുറിക്കുകയാണ്. നമ്മൾ റിഷൂട്ടും പിന്നെ പറഞ്ഞാലൊക്കെ ചെറുതായിട്ടൊക്കെ കേൾക്കും. ഞാൻ തൂത്തുവാരിയും അതുപോലെ ചൂലൊക്കെ എടുത്തിട്ട് വരാൻ പറഞ്ഞപ്പോൾ കൊണ്ടുവന്നിട്ട് തരിക കേട്ടോ. ആൾ അടിച്ചു വിടാനൊക്കെ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ചെയ്യുന്നത് കണ്ടിട്ട് ആൾക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മൾ ചോറ് അപ്പോഴേക്കും നമ്മുടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ കടയ്ക്കൊക്കെ പോയിട്ട് വരുമ്പോഴേക്കും ചോറ് വെന്തു. പിന്നെ നമ്മൾ ചോറ് ഒരു സൈഡ് ഊറ്റാൻ വെച്ചിട്ടുണ്ട്. പിന്നെ എന്ത് ചെയ്യാം, നമുക്ക് അവിയലുണ്ടാക്കാം. പെർഫെക്റ്റ് ആയിട്ടുള്ള അവിയലല്ല, ചെറുതായിട്ട് തട്ടിക്കൂട്ടി അവിയൽ മാത്രമേ ഇല്ല, ഇത്തിരി പേരേ ഉള്ളൂ. അതും അല്ലാതെ നമുക്ക് പച്ചക്കറികൾ ഫുള്ളായിട്ട് കിട്ടിയിട്ടില്ല കേട്ടോ. ഇത് എൻ്റെ ഫ്രണ്ട് കേട്ടോ, ഈ സൈഡ് വഴി ഒഴിഞ്ഞ് നോക്കണം. ആൾ ഇപ്പോൾ എണീറ്റ് വന്നാട്ടോ. ആൾ ഉച്ചയ്ക്ക് പോകും. അതിൻ്റെ ഉള്ളിൽ ആൾക്കും വൈകുന്നേരത്തുള്ള ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ ആദ്യം തന്നെ എണ്ണ ഒഴിച്ചിട്ട് ഈ പച്ചക്കറി അതിലിട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കും കേട്ടോ. വാട്ടിയെടുത്തിട്ട് തേങ്ങ, അതിൽ ജീരകം, കറിവേപ്പില, ഉള്ളി അങ്ങനെയൊക്കെ ഇട്ടിട്ട് അരച്ചിട്ട് അതിൽ ചേർക്കും കേട്ടോ. അതിൽ ചേർത്തിട്ട് അത് നല്ലപോലെ ആ ഒരു മണം പോണ വരെ അത് നല്ലപോലെ ഇളക്കിയ ശേഷമാണ് ഞങ്ങൾ തൈര് ഒഴിക്കാറ് കേട്ടോ. ഇങ്ങനെയും വയ്ക്കും, വേറെ എങ്ങനെയും വയ്ക്കും കേട്ടോ. ഞാൻ കൂടുതലും ഇങ്ങനെയാണ് അവിയൽ ഉണ്ടാക്കുക. അപ്പോൾ തൈര് ആവശ്യത്തിന് ഒഴിച്ചിട്ടുണ്ട്. അത് നല്ലപോലെ ഇളക്കി വെക്കുന്നുണ്ട് കേട്ടോ വേവാൻ വേണ്ടിയിട്ട്. പിന്നെ അപ്പോഴേക്കും ഇതൊക്കെ പണി ചെയ്ത് കഴിയുമ്പോഴേക്കും ഉച്ചയായി. എന്ന് വെച്ചാൽ അത്രയും ഇതൊക്കെ ഓരോന്ന് മുറിച്ച് എടുത്ത് വരുമ്പോഴേക്കും സമയം ഉച്ചയായി. അപ്പോഴേക്കും നമ്മുടെ റിഷൂട്ടൻ എന്ത് ചെയ്ത് ചോറ് കൊടുക്കേണ്ട ടൈം കേട്ടോ. ആൾ പിന്നെ ഭയങ്കര ആക്ഷനാണ്. പിന്നെ എപ്പോഴും പണി ചെയ്തുകൊണ്ടിരുന്ന സമയം പോകില്ലല്ലോ. അപ്പോൾ നമ്മൾ കുറച്ച് ഫേഷ്യൽ കിറ്റുകൾ മേടിച്ചിട്ടുണ്ട് കേട്ടോ. അത് ട്രൈ ചെയ്ത് നോക്കുകയാണ്. ആൾ ഉച്ചയ്ക്ക് ശേഷം പണിക്ക് പോകാറ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഫേഷ്യലൊക്കെ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഫേഷ്യലൊക്കെ ചെയ്ത് കഴിഞ്ഞ് ആൾ കുളിച്ച് റെഡി ആൾ പോയി കഴിഞ്ഞ ശേഷമാണ് ഞാനും മാളും കൂടെ എന്ത് ചെയ്തു ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നത് കേട്ടോ. അപ്പോൾ ചോറും പിന്നെ കടലക്കറി വെച്ചതുണ്ട് കേട്ടോ ബാലൻസ്, അതുകൊണ്ട് അതും കേട്ടോ കഴിച്ചത്. പിന്നെ നമ്മുടെ അവിയലും കൂട്ടിയിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ സൈഡ് നമ്മൾ ഓരോരോ ഈ മൂവീസ് വെച്ചിട്ടാണ് മെയിനായിട്ട് ഫുഡ് കഴിക്കാറ് കേട്ടോ. നമ്മളിപ്പോൾ കൂടുതലും കാഞ്ചന 1, 2 ഒക്കെ വെച്ചിട്ടാണ് ഇപ്പോൾ 2-3 ദിവസമായിട്ട് നമ്മൾ ഫുഡ് കഴിക്കണത്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് പുറത്ത് പോകണം കേട്ടോ. നമുക്ക് ഗ്യാസ് എടുക്കാൻ വേണ്ടി പോവുക കേട്ടോ. അപ്പോൾ പോയ ആളിനെ ഞങ്ങൾ പിന്നെയും വിളിച്ച് വരുത്തിയിട്ട്, ആൾ അത്ര ദൂരം പോയിട്ടില്ല, കാറിൻ്റെ അങ്ങോട്ട് അടുത്ത് പോയിട്ടുള്ളൂ കേട്ടോ. അപ്പോഴേക്കും ഞങ്ങൾ വിളിച്ചിട്ട് നേരെ അവിടെ ഗ്യാസ് എടുക്കുന്ന ഇവിടെ ഉണ്ട്. അപ്പോൾ ഗ്യാസ് എടുക്കാമെന്ന് വിചാരിച്ച് പോയത്. ഞങ്ങൾ പോകുമ്പോൾ തന്നെ അത് ക്ലോസ് ആയിരുന്നു കേട്ടോ. ശരി പിന്നെ പോകാമെന്ന് പറഞ്ഞ് തിരിച്ച് വരാനാകുമ്പോഴാണ് അവർ ഫുഡ് കഴിച്ച് വന്നത്. അപ്പോൾ നേരെ പോയി ഏട്ടനാട്ടോ വിളിച്ച് സംസാരിക്കാം. നമുക്ക് കന്നഡ അറിയാത്തതുകൊണ്ട് ഏട്ടനാട്ടോ അവരോട് വിളിച്ച് സംസാരിച്ച് ഓക്കെ ആയി. നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത് അതുകൊണ്ട് നേരെ റൂമിൽ വന്നു കേട്ടോ. റൂമിൽ വന്ന് വെച്ചിട്ട് ബാക്കി പണിക്ക് പോയി. പിന്നെ കുറച്ച് നമ്മുടെ റിഷൂട്ടൻ്റെ കലാപരിപാടി കേട്ടോ ഈ കാണുന്നത്. കണ്ടില്ലേ? പിന്നെ റിഷൂട്ടൻ്റെ ഡാൻസൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ഉറങ്ങാം. എന്നാലും നമ്മളൊരു 4, 4:30, 5 മണിയാകുമ്പോഴാട്ടോ എണീക്കാറുള്ളത്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ കിടക്കാൻ പോവുകയാണ്. കിടന്ന് ഒരു 5 മണിയാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്ത് എണീറ്റതും പാല് മോർണിംഗ് മേടിച്ച പാല് നമ്മളിവിടെ കാച്ചി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് വെച്ചിട്ട് കോഫി ഇടുക കേട്ടോ. ഞങ്ങൾ രണ്ടാളുള്ളപ്പോൾ മെയിനായിട്ട് ഞങ്ങൾ കോഫി ഇടാറ്. ഏട്ടനുള്ളപ്പോൾ മാത്രം ഞങ്ങൾ ചായ വെക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ രാവിലെ ഉണ്ടാക്കിയ ചപ്പാത്തി ഉണ്ട് ബാക്കി. അപ്പോൾ വേറെ സ്നാക്സ് ഞാൻ മേടിച്ചിട്ടുണ്ട് കടയിൽ പോയിട്ട്. ഇവിടുത്തെ എന്തോ സ്പെഷ്യൽ ഒരു റൗണ്ട് തിന്നാനുണ്ട് കേട്ടോ ഈ സാധനം കേട്ടോ. സാധനം ഞങ്ങൾ ഇതാട്ടോ മസ്റ്റായിട്ട് മേടിക്കാറ്. അപ്പോൾ കോഫിയും പിന്നെ ചപ്പാത്തി ഞങ്ങൾ റോളാക്കിയിട്ട് ചായയും മുക്കി കഴിക്കുന്നുണ്ട് കേട്ടോ. അത് നല്ല ടേസ്റ്റാണ് ഈ ചായ മുക്കി ചപ്പാത്തി കഴിക്കുക. അങ്ങനെ എത്ര പേര് കഴിച്ചിട്ടുണ്ടെന്ന് പറയണേ. പിന്നെ വൈകുന്നേരത്ത് നമ്മൾ ഈ ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ ചൂടാക്കും കേട്ടോ. ചൂടാക്കി കഴിഞ്ഞിട്ട് അത് നമ്മൾ സൈഡ് മാറ്റി വെച്ചിട്ട് ആ പാത്രം കൂടെ കഴുകി വെച്ചാൽ പിന്നെ വേറെ പണിയില്ലല്ലോ. അപ്പോൾ എല്ലാ കറിയും ഓരോന്നോരോന്നായി ചൂടാക്കി വെക്കുന്നുണ്ട്. ചൂടാക്കി വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പാത്രം കഴുകാം. നമുക്ക് അതൊരു പണിയാണല്ലോ. പാത്രം കഴുകാൻ ഭയങ്കര മടിയാണ് കേട്ടോ. അതെന്താണെന്നറിയില്ല, പാത്രം കഴുകാൻ ഭയങ്കര മടി. വേറെ ഒന്നും കുഴപ്പമില്ല, പാത്രം കഴുകാൻ എനിക്ക് ഭയങ്കര മടിയാണ്. പാത്രമൊക്കെ കഴുകി കഴിഞ്ഞ് പിന്നെ ആ വാഷ് ബേസും കൂടെ ഒന്ന് കഴുകും കേട്ടോ. ഒന്ന് ചകിരി ഉണ്ട്, അത് വെച്ചൊന്ന് നല്ലപോലെ ഒന്ന് ഉരച്ചിട്ട് ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. കഴുകി എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത പണി പറയുന്നത് ചവിട്ടി മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ ഒരു ചവിട്ടി മേടിച്ചിട്ടുണ്ടായിരുന്നു. 4 ചവിട്ടി മേടിച്ചു കേട്ടോ. ഈ ഒരു ചവിട്ടിക്ക് പ്രൈസ് എത്രയാണ് വരുന്നതെന്ന് കണ്ടാൽ ശരിക്കും കിട്ടും കേട്ടോ. 19 രൂപ കേട്ടോ ഒരു ചവിട്ടിയുടെ പ്രൈസ്. അങ്ങനെ 4 ചവിട്ടി മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് 2ാം പ്രാവശ്യമാണ് കേട്ടോ ഞങ്ങൾ അവിടെ തന്നെ പോയിട്ട് ഈ ചവിട്ടി മേടിക്കണേ. ഈ ചവിട്ടി മേടിക്കാൻ വേണ്ടി പോയി മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വല്ലപ്പോഴും ആണ് ആഴ്ചയ്ക്ക് ഒരു ദിവസം എല്ലാ ചവിട്ടിയും എടുത്ത് വാഷ് ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ അടുക്കളയിൽ പിന്നെ റൂമിൽ ഹാളിൽ പിന്നെ കിച്ചണിലൊക്കെ ചവിട്ടി മാറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബെഡ്ഷീറ്റ് കുടഞ്ഞ് വിരിക്കുക, പുതപ്പൊക്കെ മടക്കി വെക്കുക, ഉള്ളടിച്ച് വാരുക, അതാണ് ഇനി നമ്മുടെ അടുത്ത പണി. അപ്പോൾ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് കുടഞ്ഞ് വിരിച്ച് റിഷൂട്ടെ സൈഡ് വഴി നമ്മൾ ഒരു സൈഡിൽ നിന്ന് മടക്കുമ്പോൾ ഒരു സൈഡിൽ നിന്ന് നിവർത്തും കേട്ടോ. ആൾ അങ്ങനത്തെ ഒരു പണിയും കൂടി ഉണ്ട് കേട്ടോ. ഞാൻ ഇവിടെ നിന്ന് മടക്കി വെക്കുമ്പോൾ ആൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് വലിച്ചിടുവേ. അപ്പോൾ ഞാൻ റിഷൂട്ടിനെ മേടിച്ച് വെക്കുക കേട്ടോ. റിഷൂട്ടിനാണ് ക്യാമറ കണ്ടപ്പോൾ എത്തി നോക്കുന്നുണ്ട് കേട്ടോ. ഇടയ്ക്ക് എന്താണെന്ന് വിചാരിച്ച് നോക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എല്ലാം മടക്കി വെച്ച് കഴിഞ്ഞിട്ട്
അടിച്ചു വിട്ടലാണ് ഇനി അടുത്ത ചടങ്ങ്. ആദ്യം അടുക്കളയിൽ നിന്ന് അടിച്ചിട്ട് നേരെ വന്ന് പിന്നെ റൂം അടിച്ച് ഹാളടിച്ച് പിന്നെ പുറത്തും കൂടെ വരാന്തയും കൂടെ അടിക്കുകയും അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ വൈകുന്നേരത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പണി കഴിഞ്ഞു കേട്ടോ. ഇത് എപ്പോഴും ചെയ്യുന്ന പണിയായതുകൊണ്ട് നമുക്ക് അത്ര ഇതായി തോന്നില്ല. ഇപ്പോൾ എൻ്റെ ഫ്രണ്ട് ഉള്ളതുകൊണ്ട് ആളും ഓരോരോ പണി ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ പോകുന്നു. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ ഭയങ്കര ഇതാട്ടോ. അത് ചെക്കനെയും വെച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഒരു പണി ചെയ്യുമ്പോൾ ഒരു സൈഡിൽ നിന്ന് ചിലപ്പോൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടേയിരിക്കും കേട്ടോ. ആ സമയത്ത് ചിലപ്പോൾ ദേഷ്യമൊക്കെ വരും. അതങ്ങനെയാണല്ലോ, നമ്മൾ ഒരു സൈഡിൽ നിന്ന് പണി ഒരുക്കുമ്പോൾ ആൾ ഒരു സൈഡിൽ നിന്ന് തുടങ്ങും കേട്ടോ. അതങ്ങനെയാണ്. പിന്നെ രാത്രി ആയപ്പോൾ ഒന്ന് നടക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാട്ടോ. നടക്കാൻ പോയി. പിന്നെ പോയപ്പോൾ ഒരു ഫാൻസി കയറിയിട്ട് എനിക്ക് ഒരു സാധനം മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഫാൻസി കയറിയതാണ്. ആദ്യം പോയതേ നമ്മുടെ കണ്ണിലെത്തിയത് നമ്മുടെ കമ്മലുകൾ കേട്ടോ. നല്ല അടിപൊളി കമ്മലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ മേടിക്കാൻ പറഞ്ഞ സാധനം ഇതാട്ടോ, പെയിൻ്റാണ്. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു പെയിൻറ്റ് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ആ പെയിൻറ്റ് മേടിക്കാൻ വേണ്ടി പോയതാട്ടോ. പിന്നെ അപ്പുറത്ത് തന്നെ കുറച്ച് പച്ചക്കറിയും കൂടെ മേടിക്കാൻ, നാളേക്ക് സാമ്പാർ വെക്കാൻ വേണ്ടി പച്ചക്കറി മേടിക്കാൻ വേണ്ടി പോയതാട്ടോ. വേണം വെച്ച് കാണിക്കാട്ടെ റിയാക്ഷൻ. ആരും വിശ്വസിക്കരുത് വേണം വെച്ച് റിയാക്ഷൻ കാണിക്കുന്നത്. ഒരു കുഴപ്പമില്ല ഫുഡിന് വേണ്ടാന്ന് പറഞ്ഞിട്ട്. നീ കള്ളനാണെന്ന് നമുക്കറിയാം. ഇപ്പൊ പഴം കൊടുക്കും, പഴം കഴിക്കണ്ടോ അതേപോലെ. അതാ നോക്കുക, അത് നോക്ക്. മാൾ വീഡിയോ എടുക്കും നോക്കുക. കുളിക്കാൻ പോണ പറ, കുളിക്കാൻ പോണ പറ. ആ ബൈ പറ, ബൈ പറ. കുളിക്കാൻ പോയിട്ട് കേട്ടോ ഞങ്ങള്. ബൈ ബൈ. റിഷൂട്ടിന് ഫുഡൊക്കെ കൊടുത്ത് പിന്നെ കുളിക്കാം. റിഷൂട്ടിനെ നൈറ്റ് മാത്രം കേട്ടോ ഞാൻ കുളിപ്പിക്കാറ്, മോർണിംഗ് കുളിപ്പിക്കാറില്ല. ജലദോഷം കാര്യങ്ങളും വന്നതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ഒരു 2 നേരം കുളിപ്പിക്കണമുണ്ട്. അപ്പോൾ ഞാൻ വൈകുന്നേരം മാത്രം കുളിപ്പിച്ച് കഴിഞ്ഞാൽ ആൾ ഓക്കെ ആയിട്ട് നല്ലപോലെ കിടന്നുറങ്ങുമല്ലോ എന്ന് വിചാരിച്ചിട്ട് വൈകുന്നേരം മാത്രം കേട്ടോ കുളിപ്പിക്കാറ്. പിന്നെ ഡ്രസ്സ് പിടിച്ചിട്ട് ഒരു സംഭവം ഉണ്ട് കേട്ടോ, കാണിച്ചു തരാം കേട്ടോ. റിഷൂട്ടൻ ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയല്ലേ. ഇനിയിപ്പോൾ റിഷൂട്ടൻ ഒരു സാരം മാത്രം കൊടുത്താൽ കഴിക്കുന്നുണ്ട് കേട്ടോ. ആ സാധനം ഞാൻ കാണിച്ചു തരാം കേട്ടോ വീഡിയോയിൽ. ഈ പഴത്തിന് വേണ്ടിയിട്ടുള്ള സ്നേഹമാണ് കേട്ടോ ഇപ്പോൾ കണ്ടത്. പേജസും ബൈ ബൈ ഹായ് അമ്മ പൊളിച്ചു തരാം. അമ്മ പൊളിച്ചു തരാം. ഇപ്പൊ ഒരു റിയാക്ഷൻ ഉണ്ടാവില്ല, ഇപ്പൊ സൂപ്പർ റിയാക്ഷൻ ആയിരിക്കും കേട്ടോ. സൂപ്പറാ. ചോറ് മാത്രം ഉണിക്കായിരിക്കും. ആദ്യം വരച്ച ബുദ്ധന്റെ പടമാണ്. നമുക്ക് പെയിന്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മളത് കളർ ചെയ്യാതിരുന്ന കേട്ടോ. എനിക്ക് നമുക്ക് എന്ത് ചെയ്യാം, പെയിന്റ് മേടിച്ച് കേട്ടോ കളർ ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് എന്ത് ചെയ്യാം, കളർ ചെയ്യാം കേട്ടോ. ചെറുതായിട്ട് അറിയുന്ന പോലെ വരച്ചതാണ്. വരയ്ക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. ഇത് ഫുള്ള് കളർ ചെയ്യുന്ന വീഡിയോ എടുത്താൽ ലോങ് ആവും കേട്ടോ വീഡിയോ. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് കളർ ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റത്തെ ഫൈനൽ ലുക്ക് കാണിച്ചു തരാം. എന്നായിരിക്കും എന്ത് ചെയ്യാം, നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. ബുദ്ധനെ വരച്ച വീട് എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ കമൻറ്റിൽ കൂടെ. അങ്ങനെ വരയ്ക്കാൻ അറിയില്ല, എന്നെ കൊണ്ട് അറിയാവുന്ന രീതിയിൽ എനിക്കൊരു ആഗ്രഹം കേട്ടോ. അങ്ങനെയൊക്കെ ചിത്രമൊക്കെ വരയ്ക്കണം എന്ന് ഭയങ്കര ആഗ്രഹമാണ്. അങ്ങനെ ആ ആഗ്രഹത്തിൽ കയറി വരച്ചതാട്ടോ. നല്ലതുമായിട്ട് ചെയ്യാം. അമ്മ പറഞ്ഞ കേൾക്കാം, കുറുമ്പ് കാട്ടാം, നോക്കാം, വികൃതി കോട്ടേശി. അമ്മ ചുരുമ്പതാ, അമ്മ ചുരുമ്പതാ, അമ്മ കെട്ടിപ്പിടിച്ചുമ്പതാ, കെട്ടിപ്പിടിച്ചുമ്പതാ. പോൽ മെല്ലെ കുറച്ച് സമയം റിഷൂട്ടിൻ്റെ കൂടെ കളിപ്പിക്കും, അങ്ങനെയൊക്കെ ചെയ്യും കേട്ടോ. അത് കഴിഞ്ഞ് നമ്മളങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരുന്ന നടക്കില്ലല്ലോ. നമുക്ക് വൈകുന്നേരത്ത് ഫുഡ് കഴിക്കണ്ടേ. അപ്പോൾ വൈകുന്നേരത്ത് നമ്മൾ മുട്ടയാട്ടോ പൊരിക്കുന്നത്. നമ്മളിവിടെ കൂടുതലും മുട്ട ഇങ്ങനെയാട്ടോ പൊരിക്കാറ്. ഉള്ളി, പച്ചമുളക്, അതുപോലെ മുളക് പൊടി, ചിക്കൻ മസാല ഇടും കേട്ടോ ഇവിടെ മുട്ട പൊരിക്കുമ്പോൾ. അതാട്ടോ മസ്റ്റ്. ചിക്കൻ മസാല ഇട്ട് പൊരിക്കുന്നത് നല്ല ടേസ്റ്റ് ആട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ഒരിക്കൽ കഴിച്ചതാണ് ചിക്കൻ മസാല ഇട്ടിട്ട്. പിന്നെ അത് ഫുള്ളും എപ്പോൾ മുട്ട പൊരിക്കുമ്പോഴും ആ ഒരു റെസിപ്പി ആട്ടോ ഞങ്ങൾ ഫോളോ ചെയ്ത് വരുന്നത്. ഒന്ന് പൊരിച്ച് നോക്കണം കേട്ടോ. അങ്ങനെ അടിപൊളിയാട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് ടേസ്റ്റ്. പിന്നെ ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മുമ്പന്നെ നേരത്തെ വന്നു കേട്ടോ ഏട്ടൻ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയാണ്. ഞങ്ങൾ മോർണിംഗ് ഏട്ടൻ പോകണതുകൊണ്ട് കഴിക്കാൻ പറ്റില്ല. നൈറ്റ് കൂടുതലും ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന കേട്ടോ ഫുഡ് കഴിക്കണത്. ഞങ്ങൾ ഫുഡ് കഴിച്ച് അപ്പോഴേക്കും റിഷൂട്ടൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. റിഷൂട്ടൻ ഉറങ്ങിക്കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ ഡേ മൈ ലൈഫ് ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ബൈ ബൈ.